നമസ്കാരം. ആർട്ടിക്കിൾ 19ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനാണ്. സ്വാഗതം സർ. 2.5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന പദവി പൂർത്തിയാവുകയാണ്. ചെറിയൊരു കാലയളവായിരുന്നില്ല. ചെറിയൊരു കാലയളവ് എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു കാലയളവാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 2.5 വർഷക്കാലത്തെ പ്രതിപക്ഷ നേതാവ് എന്ന ജീവിതത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? നമ്മൾ ഈ ചുമതല ഏറ്റെടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാം വളരെ നിരാശരായി ഡീമോറലൈസ്ഡായി ഇരിക്കുന്നൊരു സമയത്താണ്. അവിടെ തുടർച്ചയായി ഉള്ള രണ്ടാമത്തെ തോൽവി, MLA-മാരുടെ എണ്ണം വളരെ കുറവ്, 48 നിന്നും വീണ്ടും 41 മാറി. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ സമയത്ത് ഈ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് വരും എന്നുള്ള സങ്കല്പം മാറി. LDF-ന് തുടർഭരണം കിട്ടിയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധിച്ചും എടുത്തിയാട്ടം ഒന്നും കൂടാതെയാണ് നമ്മളെ പ്രവർത്തനം തുടങ്ങിയത്. ഇന്നിപ്പോൾ കോൺഗ്രസ്സിലെ എല്ലാവരെയും KPCC പ്രസിഡൻറ്റിൻ്റെ കൂടി സഹായത്തോടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിലും UDF-ലും നല്ല ഐക്യവും ഒരുമിച്ച് നിന്നാൽ വൻ വിജയം കരസ്ഥമാക്കാം എന്നുള്ള ആത്മവിശ്വാസവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ, ഒന്ന് തൃക്കാക്കര, 2 പുതുപ്പള്ളി. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള LDF-ൻ്റെ ഒരു വലിയ സംഘം വന്നിവിടെ ക്യാമ്പ് ചെയ്തു. ഞങ്ങളുടെ ആളുകളൊക്കെ ചെറുതായി ഭയപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അവർക്ക് ധൈര്യം കൊടുത്തു. ഞങ്ങൾ വളരെ ചിട്ടയായി ഭംഗിയായി തിരഞ്ഞെടുപ്പ് നടത്തി. PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിച്ചു. രണ്ടാമത് പുതുപ്പള്ളി, ഉമ്മൻചാണ്ടി മരിച്ച് 22 ദിവസം കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ അതുപോലെ തന്നെ തൃക്കാക്കരയിൽ നടത്തിയതിനേക്കാൾ ചിട്ടയായും ഭംഗിയായും തിരഞ്ഞെടുപ്പാണ്. അവിടെ ഉമ്മൻചാണ്ടി ഏറ്റവും അവസാനം ജയിച്ച വോട്ടിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. ഈ 2.5 വർഷക്കാലം മുമ്പ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങളൊക്കെ മാധ്യമ രംഗത്തുള്ള ആളുകളാണല്ലോ, അപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് വളരെ സൗമ്യനായ ഒരു നേതാവ് എന്ന നിലയിലായിരുന്നു. പക്ഷേ സൗമ്യമായ മുഖമല്ല എനിക്കുള്ളത് എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വി.ഡി. സതീശൻ ആവർത്തിച്ച് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് താങ്കൾ പറയുകയും ചെയ്തു. സൗമ്യനായ എന്നിൽ നിന്ന് ഈ തരത്തിലേക്കുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന എന്നിലേക്കുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ കാരണമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിനൊരു മറുപടി നമുക്കുണ്ടാവണം. അപ്പോൾ കൃത്യമായി പഠിക്കണം. പറയാനുള്ള കാര്യങ്ങളെക്കാൾ ഏറെ പഠിക്കണമെന്ന്. അപ്പോൾ അത് വിഷയമാണ്. നമ്മുടെ സൗമ്യതയോടുകൂടി നമ്മൾ പ്രതികരിക്കണമെന്ന്. ഇപ്പോൾ പറയാനുള്ള ചോദ്യത്തിൻ്റെ ഉത്ഭവം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മനസ്സാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് CPM നേതാക്കളെല്ലാം, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എൻ്റെ ഭാഷ മാറിയെന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ഇറങ്ങിയപ്പോൾ ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഞങ്ങളുടെ നാട്ടുകാരുടെ ചെലവിൽ രാഷ്ട്രീയ പ്രചരണം നടത്തരുതെന്നാണ് ഞങ്ങളുടെ ആശയം. നാട്ടുകാരുടെ ചെലവിൽ രാഷ്ട്രീയമല്ല പറയുന്നത്. യോഗത്തിൽ മുഴുവൻ രാഷ്ട്രീയമല്ല പറയുന്നത്. എനിക്കെതിരെ പറയുന്നു, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പറയുന്നു, കോൺഗ്രസിനെതിരെ പറയുന്നു, UDF-നെതിരെ പറയുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പ്രചരണമാണ്. അത് നാട്ടുകാരുടെ ചെലവിൽ നടത്താൻ പാടില്ല. ഇലക്ഷന് മുമ്പുള്ള രാഷ്ട്രീയ പ്രചരണം. അതുകൊണ്ടാണ് ഞങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത്. കണ്ണൂരിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെ കരുതൽ തടങ്കലിലാക്കി. ഈ മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ പോകുന്നതിന് ആളുകളെ കരുതൽ തടങ്കലിലാക്കുന്നത് നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ചെറുപ്പക്കാരെ മുഴുവൻ കരുതൽ തടം. അപ്പം അതിനെതിരായി കുട്ടികൾ റോഡരികിൽ നിന്ന് കരിങ്കുടി കാട്ടി പ്രതിഷേധിച്ചു. അവരെ ക്രൂരമായി CPM DYFI ക്രിമിനലുകൾ ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് കേസെടുത്ത് എന്താ, ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആക്രമിച്ചു എന്നാണ്. 308 ആണ്. 307ഉം 308ഉം ഒക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യം. പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു, ഇനിയും തുടരണം. ഇത് ക്രൂരമായ ഒരു വധശ്രമം എന്ന് പോലീസ് FIR എഴുതിയ കേസിൽ പോലീസിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറയാണ് ഇത് ഇനിയും തുടരണം, അവരെ അപ്രീഷിയേറ്റ്, ഇനിയും കലാപത്തിനുള്ള ആഹ്വാനമാണ്. അവിടെ ഞാൻ ഏത് സൗമ്യമായ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്? ഞാൻ ഇത്രയും ഉപയോഗിച്ചുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ അതിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു മറുപടി, നിങ്ങൾ നോക്കൂ, ഇത്തരത്തിൽ കരിങ്കൊടിയൊക്കെയായി
ചാടി വീഴുമ്പോൾ, ഈ ബസ്സിന് മുന്നിലേക്ക് ചാടി വീഴുമ്പോൾ, ഈ ബസ്സിനിടയിൽ പെടുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചാൽ പ്രതിപക്ഷം അത് ആയുധമാക്കും. മാധ്യമങ്ങൾ അതിനേക്കാൾ കൂടുതൽ സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു സംഭവമാക്കി ഇതിനെ മാറ്റും. ആ സമയത്ത് ഞങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യല്ലേ വേണ്ടത്. ഇപ്പൊ ഇവരെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെ ഞങ്ങൾ തടയുകയല്ലേ ചെയ്തിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. വാക്കുകളിൽ പരിഹാസമാണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് കരിങ്കൊടി കാണിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിങ്കൊടി കേരളത്തിലെ മന്ത്രിമാർക്കെതിരെ കാണിച്ചിട്ടുള്ള പാർട്ടി ഏതാ? പിണറായി വിജയന്റെ പാർട്ടിയല്ലേ? ഇയാൾ പരിഹസിക്കാൻ അദ്ദേഹത്തിന്റെ ധാരണത്തെ രാജാവാണെന്ന്. ആരാണ് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയത്? ഫുട്പാത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ പോയി അടിച്ചത് ആരാ? റോഡിലേക്ക് ചാടിയത് മുഖ്യമന്ത്രിയുടെ മുമ്പിലുള്ള എസ്കോർട്ട് മെയിൻ റോഡിൽ നിന്ന് പോകുമ്പോൾ ഇടത്തോട്ട് വെട്ടിക്കുകയാണ്, ഇങ്ങനെ ഈ കുട്ടികളിരിക്കുന്നിടത്ത്. എന്നിട്ട് അതിൽ നിന്ന് മാരകായുധങ്ങൾ എടുത്ത് വീശുകയാണ്. കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഇവരല്ലേ ഇത് ചെയ്തത്? ഞങ്ങളൊരു കടലാസ് ചുരുട്ടിയായിരുന്നു, ഈ കുട്ടികൾ കടലാസ് കഷ്ണം ചുരുട്ടിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ തലയ്ക്കും നെഞ്ചിനും പരിക്കേറ്റത് ആരാ? അന്ന് പാർട്ടി സെക്രട്ടറി. ആരാ പാർട്ടി സെക്രട്ടറി? ആരാഹ്വാനം ചെയ്തിട്ടാണ് ആ ആക്രമണം നടന്നത്? വധശ്രമമല്ല നടന്നത് അല്ലേ? എന്നിട്ട് അത് ചെയ്തയാൾ ഇപ്പോൾ വന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ആളുകളെ പരിഹസിക്കുമ്പോൾ ഇതല്ലായിരുന്നു ഞാൻ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി കട്ടിയായിട്ട് ഞാൻ പറയേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ നവകേരള സദസ്സ്, ശ്രീ വി ഡി സതീശൻ താങ്കൾ പറഞ്ഞതുപോലെ നവകേരള സദസ്സ് എന്ന് പറയുന്നത് അതിലൊരു രാഷ്ട്രീയ പ്രചരണം നടത്തേണ്ടത് ജനങ്ങളുടെ ചെലവിലല്ല എന്ന് പറയുമ്പോൾ, ഈ നവകേരള സദസ്സ് നിങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഈ പറയുന്ന നവകേരള സദസ്സിന്റെ ബസ്സിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വ്യക്തി താങ്കളായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. മാത്രമല്ല ഈ പറയുന്ന മറ്റ് MLA-മാർക്ക് നവകേരള സദസ്സിൽ പ്രധാനപ്പെട്ട സ്ഥാനം നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു സാഹചര്യവും, പ്രത്യേകിച്ച് UDF MLA-മാർക്ക് അതിനുള്ള സാഹചര്യവും ഒരുങ്ങുമായിരുന്നു. അപ്പോൾ ആ കാര്യത്തെ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഈ പറയുന്ന ബഹിഷ്കരണ ആഹ്വാനം ഈ രാഷ്ട്രീയം എന്നതിലേക്ക് ചുരുങ്ങുമായിരുന്നു. ഈ അശ്ലീല നാടകത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നെങ്കിൽ, ഞങ്ങൾ പോയിരുന്നെങ്കിൽ, ഞങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ജനം കൂക്കി വിളിച്ചല്ല ഞങ്ങളെ. ഇവിടെ എന്താ നടക്കുന്നത്? ഏത് MLA-ക്കാണ് അവസരം കിട്ടുന്നത്? മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്ന് ഏതെങ്കിലും MLA എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ ഏത് MLA-ക്കാണ് സംസാരിച്ച? MLA-ക്ക് വേണ്ടത് കിട്ടിയല്ലോ. ശൈല ടീച്ചർക്ക് മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പാണ് സംസാരിച്ചത്. എന്നിട്ടും അദ്ദേഹം വരുന്നതിന് മുമ്പ് കൂടുതൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചു ഇല്ലേ? സംസാരിച്ചൊരു സീനിയർ MLA-ആണ്, മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവർക്ക് പോലും അനുവാദമില്ല. പിന്നെയാണ് MLA-മാർക്ക്, ഭരണകക്ഷി MLA-മാർക്ക് ഏത് കാര്യമാണ് പറയാൻ പറ്റിയത്? ഏത് സാധാരണക്കാരൻ്റെ കാര്യമാണ് ഈ മന്ത്രിമാരെ ഇതിനകത്ത് വാങ്ങിക്കുന്നത്? ഇത് നാടകമല്ലേ? ഞാൻ ഒരു കാര്യം കൂടി പറയാം. 5 മാസം മുമ്പ് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അദാലത്ത് നടത്തി. ഈ അദാലത്തിൽ പോയി പരാതികൾ സ്വീകരിച്ചു. കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും എവിടെയാ പരാതികൾ? ഇവിടെ ലക്ഷക്കണക്കിന് പരാതികൾ കെട്ടി വെച്ചിരിക്കുകയാണ്, തുറന്നു നോക്കിയിട്ടില്ല. അത് മേടിച്ച് വെച്ചിട്ടാണ് 5 മാസം കഴിഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നത്. ഇപ്പോൾ ഒരു മന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോലും പറ്റില്ല. ഉദ്യോഗസ്ഥന്മാര് കൗണ്ടർ കെട്ടി വെച്ചിട്ട് പരാതി മേടിക്കാം. പക്ഷെ പരാതികൾ ഇപ്പോൾ തീർപ്പാക്കപ്പെടുന്നു. ആര് പറയുന്നു? ഞാന് പറഞ്ഞു, നേരത്തെ വാങ്ങിച്ച പരാതി എന്തേ? ആ പരാതി മന്ത്രിമാർ പോയി വാങ്ങിച്ച പരാതി എന്തേ? എവിടെ പരിഹാരം? സെയിം പരാതിയായിട്ടില്ല ആളുകൾ വീണ്ടും വരുന്നു. പക്ഷേ ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ, ഈ ജനപങ്കാളിത്തം, ഇതൊക്കെയോ ശ്രീ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഓഡിയോ ക്ലിപ്പുകൾ കേൾപ്പിച്ചു തരാം, നിങ്ങൾക്ക് തരാം. നിങ്ങളിട്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഭീഷണിയാണ്. എല്ലാ കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുക്കണം. അവർ കാരണം അവർ കടമേടിക്കലും പരിപാടിയും മറ്റതൊക്കെ ആയിട്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കുടുംബശ്രീ മിഷൻ്റെ ഉത്തരവാണ് എല്ലാവരും പങ്കെടുക്കണം. എത്ര പേരെ ഒരു നിയോജകമണ്ഡലത്തിലെ കുടുംബശ്രീക്കാർ മാത്രം പങ്കെടുത്താൽ? തൊഴിലുറപ്പ് പദ്ധതി കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, പോകണം. ഈ രാഷ്ട്രീയ പ്രചരണ പരിപാടിക്കാണ്, നിയമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും സാക്ഷരതാ പ്രേരകമാണ്, അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കർ, പിന്നെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ, ഒരു ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും എല്ലാ പരിപാടിയിലും പോയിരിക്കുകയാണ്. അതായത് ഇവർ തന്നെ ഒരു 5000 പേരെ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഭീഷണിപ്പെടുത്തി. അത് ആരും നിർബന്ധമായി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട, നിർബന്ധമായി നവകേരള സദസ്സിൽ ഒരാളും പങ്കെടുക്കേണ്ട, ഇഷ്ടമുള്ളവർ പങ്കെടുത്താൽ മതി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ ധൈര്യമുണ്ട്. എന്നിട്ട് ആൾക്കൂട്ടത്തെക്കുറിച്ച് പറയാം. ആൾക്കൂട്ടം ഇപ്പൊ CPM വിചാരിച്ച ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പാർട്ടി എന്നല്ല, പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്ന?
CPM വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിൽ ഇപ്പോൾ കോൺഗ്രസ് വിചാരിച്ച ആൾക്കൂട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരണ സദസ്സിൽ ഞാൻ ബേപ്പൂര് പോയി, 3000-ലധികം ആളുണ്ടായിരുന്നു. ഞാൻ ചാലക്കുടി പോയി, അതിനേക്കാൾ കൂടുതൽ ആളുണ്ട്. കാരണം കോൺഗ്രസ് വിചാരിച്ചാൽ വരും. നമ്മുടെ പരിപാടിയിലേക്ക് വേറെ ആളും വരുന്നുണ്ട്, ഈ പെൻഷൻ കിട്ടാത്തവരും ആനുകൂല്യം കിട്ടാത്തവരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നവകേരള സദസ്സിന്റെ ശ്രദ്ധയിൽ പെടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് UDF MLA-മാർ ഈ പത്രം, അതായത് കേരളത്തിലെ ഒരു വളരെ പ്രമുഖമായ പത്രം വഴി ഈ പരാതി, അതായത് നവകേരള സദസ്സിന്റെ ശ്രദ്ധയിൽ പെടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി അതുവഴി പോകുന്നത്. കേരളത്തിലെ ഏത് പത്രവും ഒരു MLA-യോട് വിളിച്ചിട്ട് നിങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ എപ്പോഴും വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ലോക്കൽ പേജുകളിൽ പത്രങ്ങളിൽ എപ്പോഴും വരുന്നതാണ്. നിങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് അത് പറയട്ടെ. അത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ MLA ആയിരിക്കുമ്പോൾ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും. ശരി, ഈ പറഞ്ഞതുപോലെ പറവൂരിൽ കാണാം എന്നുള്ളതായിരുന്നല്ലോ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. പറവൂരിൽ കാണാമെന്ന് ശ്രീ VD സതീശൻ താങ്കൾ ഈ നവകേരള സദസ്സ് തുടങ്ങുന്ന ഒരു സമയത്ത് പറഞ്ഞിരുന്നു. ഇന്നലെ പറവൂരിൽ നടന്നു. വലിയ രീതിയിലുള്ള ജനസഞ്ചയം പറവൂരിലെ നവകേരള സദസ്സിന് എത്തുകയും വലിയ വിമർശനം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇന്നലെ ആ പ്രസംഗത്തിൽ താങ്കൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അല്ല, അവിടെ ആളെ കൂടുതൽ എന്താ, CPM-ന്റെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് പറവൂര്. പക്ഷെ താങ്കൾക്ക് അത് അറിയാവുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എന്ന് പറഞ്ഞു. ഈ ജില്ലയിലെ CPM-ന്റെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലമാണ്. CPM-നും CPI-ക്കും വലിയ ആളുള്ള സ്ഥലമാണ് എൻ്റെ പറവൂരെന്ന് പറഞ്ഞാൽ. ഞാൻ CPM അവിടെ ഇല്ല എന്ന് പറയേണ്ട ആളാണ്. അവർക്ക് പിന്നെ അവർ ഈ പറയുന്ന മുഴുവൻ ആളുകളെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ കൊണ്ടുപോയത്. ഞാൻ ആരോടും പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പോകണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പോകണ്ട, അവർ പോവും. ഞങ്ങൾ അവിടെ വിചാരണ സ്ഥലത്ത് ഞങ്ങളും ആളുകളെ സംഘടിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റില്ല, ആളെ കൂട്ടിയിട്ടാണ് അവിടെ പോയ ഒരു 60% പേര് എനിക്ക് വോട്ട് ചെയ്യുന്നതാണ്. എനിക്ക് നിങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ തന്നെ പല സ്ഥലത്ത് ആളുകൾ എണീറ്റ് പോവാണ്. കാരണം ഇങ്ങനെ ആട്ടി തെളിച്ചു കൊണ്ടുവന്നേക്കുന്ന ആളുകളാണ്. സന്തോഷമായിട്ട് വന്നിരിക്കുന്നവരല്ലല്ലോ. അതായത് അദ്ദേഹത്തിന് 1 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ പറ്റാതെ ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ കാണുന്നില്ല എല്ലാ സ്ഥലത്തൊന്നും. ആളെ കൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് മത്സരിച്ച് ആളെ കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. VD സതീശന്റെ മണ്ഡലമാണ് പറവൂർ. ആ പറവൂരിൽ ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു 60% ആളുകളും എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. താങ്കൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നവർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന നവകേരള സദസ്സിനെ നിർബന്ധിച്ച് കൊണ്ടുപോകല്ലേ. നാളെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പോയെന്ന് ഓർത്ത് നാളെ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ അവർ CPM-ന് വോട്ട് ചെയ്യും. സാക്ഷരതാ പ്രേരകന്മാർ, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചേഴ്സ്, എനിക്ക് അവിടെയൊക്കെ എല്ലാവരുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ഞാനിവരെയൊക്കെ പേരെടുത്ത് വിളിക്കുന്ന ആളാണ്. വഴിയിൽ കാണുമ്പോൾ പേരെടുത്ത് വിളിക്കുന്ന ആളാണ് എല്ലാവരെയും. ഞാനവിടെ 22 വർഷമായിട്ട് MLA ആയിരിക്കുന്നു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ജയിച്ചത് 7000 വോട്ടിലാണ്. എല്ലാ പ്രാവശ്യവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച കേരളത്തിലെ ഏക ആളാണ് ഞാൻ. ഈ പ്രാവശ്യം ജയിച്ചത് ഏകദേശം 22,000 വോട്ടിനടുത്താണ് ജയിച്ചത്. അപ്പോൾ എൻ്റെ ജനപിന്തുണ അളക്കാനൊന്നും CPM-കാരും പറ്റുമൊന്നും വരണ്ട. അത് ജനങ്ങൾ മറുപടി കൊടുത്തോളൂ. ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ UDF-ഉം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ വലിയ ജനപിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ലോക കേരള സഭ, 2 കേരളീയം, ഇപ്പോൾ നവകേരള സദസ്സ്. ഈ പരിപാടികൾ, അതായത് UDF ബഹിഷ്കരിക്കുന്ന പരിപാടികളിലൊക്കെ തന്നെയും ജനങ്ങൾ കൂട്ടത്തോടെ എത്തുന്നു എന്നൊരു മെസ്സേജ് CPM ജനമധ്യത്തിൽ കൊടുക്കുമ്പോൾ അത് UDF-ന് ഒരു തിരിച്ചടിയല്ലേ ശ്രീ VD സതീശൻ? നിങ്ങൾ ആ കേരളീയമൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ വെറുപ്പത്രയാണ്. ഈ നവകേരള സദസ്സിനെ കേരളത്തിലെ സാധാരണക്കാർ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ആളുകളുടെ ഇടയിലിറങ്ങി ഒന്ന് ചോദിക്കും, ആളുകൾ അഭിപ്രായം പറയും. ഞങ്ങൾ ജനക്കൂട്ടത്തിൽ തന്നെ ജീവിക്കുന്ന ആളല്ലേ, ഇത് പോരാന്ന് പറയണം, ഈ എതിർപ്പ് പോരാന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇതിനേക്കാൾ ശക്തിയായി ഇവരെ എതിർക്കണമെന്ന് പറയാം. ഇവരെന്താ ചെയ്തത്? കേരളീയൻ 2 മാസം മുമ്പാണ് ഓണാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് നടത്തിയത്. അതിൻ്റെ കാശ് കൊടുത്ത് തീർത്തിട്ടില്ല. എന്നിട്ട് ഈ തുലാവർഷത്തിൻ്റെ സമയത്ത് തിരുവനന്തപുരത്ത് ഈ പരിപാടി 5 പൈസ സർക്കാരിൻ്റെ ഇല്ലാത്ത സമയമോ. ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ഉച്ചയൂണിൻ്റെ ഭക്ഷണം കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ എന്തിനാണ് ഈ ആർഭാടം നടത്തുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്നത്, പുറത്തുനിന്നൊക്കെ ആളുകൾ വരും, അവരിത് കണ്ടിട്ട് കേരളത്തെപ്പറ്റി പ്രശംസിക്കും, പുറത്തു വരും. അവർ കണ്ടതെന്താ? അവർ കണ്ടത് ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ അരയ്ക്കൊപ്പം വെള്ളം പൊങ്ങുന്ന തലസ്ഥാന നഗരം കണ്ടല്ലോ. ഇവർ ഈ ജാഥ തുടങ്ങിയ പിന്നെ 2 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി തിരുവനന്തപുരം, ഈ തലസ്ഥാന നഗരം. അതല്ലേ അവർ കണ്ടത്? 2, തിരുവനന്തപുരത്തെ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. അതല്ലേ പുറത്തുപോയി അവർ പറയാൻ പോണ? നമ്മൾ വിമാന ടിക്കറ്റ് കൊടുത്ത്, നമ്മൾ ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുത്ത് കൊണ്ടുവരുന്ന ആളുകൾ
നമ്മളെപ്പറ്റി പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് കേരളീയം നടത്തിയെന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞ അത് ഏത് കാലത്താണ്? നിവർത്തികേട് കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു കാലത്ത് അവിടെ കലാപരിപാടി എന്താണ് ശങ്കർ മഹാദേവന്റെ 1 കോടി രൂപയെ 1.25 കോടി രൂപ കൊടുത്തത് ഗാനമേള വെച്ചാൽ കാണാൻ ആൾ വരില്ലേ? വരുമോ? ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ആ സ്ഥലത്ത് 25,000 പേരെ വെച്ച് പരിപാടി നടത്തിയിട്ടുണ്ട്. കലാപരിപാടി നടത്തിയിട്ടുണ്ട്. മുസരീസ് ഫെസ്റ്റിവൽ ഇപ്പോഴല്ല 5 കൊല്ലം മുമ്പ് 25,000 പേര് വെച്ചൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 4 ഇരട്ടി ആളുകൾ ഇന്നലെ വന്നതിൻ്റെ 4-5 ഇരട്ടി ആളുകൾ വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തിയിട്ടുണ്ട്. സർക്കാർ 1.25 കോടി രൂപ ചിലവാക്കി ഗാനമേള വെച്ച ആൾ വരായിരിക്കുമോ? കലാപരിപാടി വെച്ച ആൾ വരായിരിക്കുക. എന്നിട്ട് പോലും ആൾ കുറവായിരുന്നു ആ പരിപാടിക്ക്. എന്നിട്ട് അതിനാൾ കൂടി പ്രതിപക്ഷം ബഹിഷ്കരിച്ചുകൊണ്ടാണ് എന്തിന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ്സിൻ്റെ ഔട്ട്കം എന്താണ്? നാട്ടുകാർ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ഇപ്പോൾ പറവൂരൊക്കെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങി കടകളിൽ കയറുക. ഈ കട ഇലിമിനേറ്റ് ചെയ്യണം, വൈദ്യുത അലങ്കാരം വേണം, പേടിപ്പിക്കുകയാണ്. ഒരു വൈദ്യുത അലങ്കാരം നടത്തിക്കുകയാണ്. രാജാവ് എഴുന്നള്ളല്ലേ, മഹാരാജാവിൻ്റെ എഴുന്നള്ളത്തല്ലേ, വൈദ്യുത അലങ്കാരം വേണം. ഏത് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി പേടിപ്പിക്കുകയാണ്. കടകളിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഓഫീസർ എന്ന പേടി ഉണ്ടാവില്ലേ? അവർക്ക് വേണമെങ്കിൽ ഇവരെ കേസ് കൊടുക്കാം. കർഷകന്റെ കണ്ണുനീരും അവന്റെ സങ്കടവും സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാതെ ഒരമ്മ 86 വയസ്സുള്ള സ്ത്രീ പിച്ചച്ചട്ടിയുമായി റോഡിലിറങ്ങി 4 മാസം അതുകൊണ്ട് ജീവിക്കുന്നവരെ, മരുന്ന് മേടിക്കുന്നവരെ. എന്നിട്ട് അവർക്കെതിരായിട്ട് സൈബർ ഗുണ്ടകളുടെ ആക്രമണം. ദേശാഭിമാനി പത്രത്തിൽ അവരെക്കുറിച്ച് അവരുടെ മക്കൾ അമേരിക്ക, പിന്നെ മാപ്പോറിഞ്ഞ് മക്കൾ അമേരിക്കയിലാണ്, അവർക്ക് 2 വീടുണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലായിരുന്നു പിന്നീട് തെളിഞ്ഞു. 86 വയസ്സുകാരിയായ സ്ത്രീ, ആ വന്ധ്യവയോധികയെ പോലും ഇവരുടെ സൈബർ ഗുണ്ടകൾ വെറുതെ വിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ, വനിതാ പ്രവർത്തകരെ സൈബർ ഗുണ്ടകൾ ആക്രമിക്കുകയല്ലേ? കേരളത്തിൽ മാധ്യമപ്രവർത്തനം പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയല്ലേ? ശരി, ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾ, വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമാണ് പൊതു തെരഞ്ഞെടുപ്പിനായുള്ളത്. പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ പാർട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ സുനിൽ കനകലു എന്ന പേര് കഴിഞ്ഞ 2 മാസമായി വളരെ സജീവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. സുനിൽ കനകലുവിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്ത പ്രകാരമാണ് ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെന്നാണ് ശ്രീ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സുനിൽ കനകലു എന്ന് പറഞ്ഞൊരു പ്രൊഫഷണലാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു. കോൺഗ്രസ് പാർട്ടിയുടെ ഇലക്ഷൻ ടാസ്ക് ഫോഴ്സിൽ മെമ്പറാണ്. ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള പാർട്ടിക്കാരായിട്ട് വർക്ക് ചെയ്യണം. അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തു. SSC ഇതെന്താണെന്ന് അത് അദ്ദേഹം മാത്രമല്ല, ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളല്ല. അദ്ദേഹം കേരളത്തിലും വന്നു. ഞങ്ങൾ രജിസ്റ്റേർഡൊന്നും വെച്ചില്ല. അതിനെന്താ കുഴപ്പമെന്താ? അല്ല, എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ 2 കൊല്ലം മുമ്പ്, ഞാൻ ഏജൻസിയുടെ പേര് പറയുന്നില്ല, ബോംബെയിൽ നിന്നൊരു ഏജൻസിയെ കൊണ്ടുവന്ന് ഇലക്ഷൻ വർക്ക് നടത്തിയില്ല. ആർക്കറിയാൻ പാടാത്ത കേരളത്തിൽ നിയമസഭയിൽ വന്നിരുന്നിട്ടുണ്ടല്ലോ ഒരു ഗ്യാലറിയിൽ മുഖ്യമന്ത്രിയുടെ ചലനങ്ങൾ നോക്കി മുഖ്യമന്ത്രിയെ മേക്ക് ഓവർ നടത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ലേ? അവർ എത്ര സർവേ CPM വേണ്ടി കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. CPM സർവേ നടത്തിയപ്പോഴല്ല ശബരിമല തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും പാർലമെൻറ്റ് കഴിഞ്ഞിട്ട് അസംബ്ലിയിൽ എന്ന് പറഞ്ഞപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്. 2 വീടുകൾ കയറിയിട്ട് ശബരിമലയിൽ അബദ്ധം പറ്റി എന്ന് പറയിപ്പിച്ചത് ആ സർവേ റിപ്പോർട്ടിന് സാധ്യതയല്ലേ? ഒരു തൃശ്ശൂരത്തെ ഒരു പ്രധാനപ്പെട്ട ഏജൻസി അല്ലേ, സർക്കാരിൻ്റെ വർക്ക് മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് പാർട്ടിയുടെ വർക്ക് കൂടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്നെ കൊണ്ട് അവരുടെ പേരൊക്കെ പറയുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഒരാൾ കോൺഗ്രസ് ഏതെങ്കിലും ഒരു പ്രൊഫഷണലിനെ കൊണ്ടുവന്ന് പ്രൊഫഷണലായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് അപ്രോച്ച് ചെയ്യും. ലോകത്ത് ഉഗാണ്ടയിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നാലും ഏജൻസികളുണ്ടാവും. ഞങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ല PR ഏജൻസിയെ. വെക്കണം, വെച്ചാൽ എന്താ തെറ്റ്? PR ഏജൻസി എന്താ ചെയ്യുന്നത്? പ്രൊഫഷണൽ ഏജൻസി എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിയാണോ എന്ന് അവർ പരിശോധിക്കും. നമുക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ നമുക്കെതിരായിട്ടൊരു വികാരം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും. നമുക്ക് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഞങ്ങൾ വെച്ചിട്ടില്ല. എനിക്ക് വെക്കണം എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. നമുക്കൊരു ഗൈഡ് ചെയ്യാൻ ഇന്നത്തെ കാലമാണ്, പുതിയ കാലമാണ്. അതിനെന്താ കുഴപ്പം? ഇതെല്ലാം വെച്ച് ഇപ്പോഴും വെച്ച് സർക്കാരിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുകയാണ് എന്തവർക്ക്. ഇനി ഈ മുഖ്യമന്ത്രിക്ക് 80 ലക്ഷം രൂപയാണ് ഒരു മാസം ശമ്പളം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം. മുഖ്യമന്ത്രി ആഴ്ചയിൽ 2-3 പോസ്റ്റ് ഇടുന്നു ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, അല്ലേ? ഒരു മാസത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10-15 ഇടയിൽ പോസ്റ്റ് ഇടും. ഈ 15 പോസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ
40-45 സ്റ്റാഫുണ്ട്. അതിൻ്റെ കൂടെ സർക്കാർ ചെലവിൽ 80 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുത്ത് 86 ലക്ഷം കൊടുത്തിട്ട് ആളാഴ്ചയ്ക്ക് മാസം. എന്തിനാ? 15 പോസ്റ്റുകളാണ്. 15 പോസ്റ്റ് ഫേസ്ബുക്കിലും 15 പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും നമ്മളൊക്കെ തന്നെ ഇടുന്നു. അല്ല, പക്ഷെ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മറ്റൊരു മേഖല മുഖ്യമന്ത്രി അതെന്താണത്? സർക്കാർ ചെലവിൽ ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും ഏജൻസി വെച്ചാൽ ഞങ്ങളല്ല കാശ് കൊടുക്കണം, പാർട്ടിയല്ലേ കാശ് കൊടുക്കണം. സർക്കാർ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനും അപർണയും നികുതി അടയ്ക്കുന്ന പൈസയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്താൻ. അതല്ലല്ലോ അവർ ചെയ്യുന്ന ജോലി. അപ്പോൾ മനസ്സിലായില്ലേ? ഈ 15 പോസ്റ്റിലാണ് 86 ലക്ഷം രൂപയ്ക്ക് ആളെ വെക്കേണ്ട. പാർട്ടിക്കാരുമാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പാർട്ടിയുടെ ക്യാമ്പയിനാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. സർക്കാർ ചെലവിൽ മാസം 86 ലക്ഷം കൊടുത്ത് സോഷ്യൽ മീഡിയ ടീമിനെ വെച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി കോൺഗ്രസിന് ഒരു പ്രൊഫഷണൽ വന്നു. ഇത്രയും അല്ല, കോൺഗ്രസ് ഒരു പ്രൊഫഷണൽ ടീമിന്, പ്രത്യേകിച്ചും കേരളത്തിൽ, അതായത് പലയിടങ്ങളിലും ദേശീയ തലത്തിലൊക്കെ തന്നെ ഈ പ്രൊഫഷണൽ ഏജൻസികൾ എന്നുള്ളത് സർവ്വസാധാരണമാണ്. അത് എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്നു. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ സുനിൽ കനകലുവിനെ പോലെ ഒരു ടീമിനെ, അല്ലെങ്കിൽ സുനിൽ കനകലുവിന്റെ ഒരു ടീമിനെ കൊണ്ടുവരേണ്ട രാഷ്ട്രീയ സാഹചര്യം വന്നിട്ടില്ലല്ലോ. അവര് വന്ന് അവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും യാത്ര ചെയ്തതിൻ്റെ കൂടെ അവരിവിടെയും വന്നു. ഇവിടെ ഒരു ടീം വേണോ, ഇപ്പോൾ വേണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. അവരിവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവർ വർക്ക് ചെയ്യണോ വേണ്ടേന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. നമ്മളുമായിട്ട് ആകെ ഒരു ഇൻട്രാക്ഷൻ മാത്രമാണ് ഒരു മീറ്റിംഗിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുത്തു. അവർക്ക് അത്രയേ ഉള്ളൂ. സംഭവം അതിലെന്താ കുഴപ്പം? അയാൾ ഞങ്ങളുടെ പാർട്ടിയിലെ ടാസ്ക് ഫോഴ്സിലുള്ള ആളല്ലേ. അതിന് CPM എന്താ പ്രശ്നം? CPM എന്താ കുഴപ്പം? ഞങ്ങളുടെ പാർട്ടി PR ഏജൻസി വയ്ക്കുമോ, സോഷ്യൽ മീഡിയ ഏജൻസി വയ്ക്കണതിന് അവർക്ക് എന്താ കുഴപ്പം? അല്ല, അവരുടെ കൈകളിലെ പപ്പറ്റായി പ്രതിപക്ഷ നേതാവ് ഈ മുഖ്യമന്ത്രി പപ്പറ്റായിരുന്നോ? ഈ ഏജൻസിയുടെ പപ്പറ്റായിരുന്നോ? മുഖ്യമന്ത്രി ഈ ഏജൻസിയുടെ പപ്പറ്റായിരുന്നോ? എന്നെ കൊണ്ട് ഏജൻസിയുടെ പേര് പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും, കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. അപ്പം ഞാൻ ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു ഏജൻസിയെ കൊണ്ടുവന്ന് 2 വർഷം ആളെ വെച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന ഒരാൾ കോൺഗ്രസിലൊരു പ്രൊഫഷണൽ വന്നപ്പോൾ അതാണ് പ്രശ്നം എന്ന് പറയുന്നു. പപ്പറ്റാണെന്ന് പറഞ്ഞാൽ ഇയാൾ പപ്പറ്റായിരുന്നോ അവരുടെ ആ ഏജൻസിയിലെ? മനുഷ്യനായ നാണം വേണം. സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ പറയില്ലേ, മാനസിക നില തകരാറിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. ഒരു മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കാമോ ഒരു പ്രതിപക്ഷ നേതാവിനെ പറ്റി? ഈ പുള്ളി പണ്ട് എങ്ങനെയാണ്, ഞാൻ അങ്ങനെ എടുത്തുള്ളൂ. പണ്ട് SNC ലാവലിൻ കേസിൽ ധനകാര്യ സെക്രട്ടറി ഇത് അസംബന്ധമാണെന്ന് എഴുതി വെച്ചു. അപ്പോൾ അയാളുടെ തല പരിശോധിക്കണമെന്ന് പറഞ്ഞു. നിയമസഭയിൽ 1 ഡസൻ പ്രാവശ്യം പലരുടെയും തല പരിശോധിക്കണമെന്ന് പറഞ്ഞു. മറ്റുള്ളവർക്കെല്ലാം എന്തോ മാനസിക നിലയിൽ തകരാറില്ലെന്ന് ഒരാൾക്ക് തോന്നിയാൽ അതൊരു അസുഖമല്ലേ? അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ? കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ചർച്ചകളുടെയൊക്കെ സമയമായി. കാരണം ജനുവരി ആകുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഏപ്രിലോടുകൂടി നമ്മൾ ഇലക്ഷൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രൈസ് വാല്യൂ ക്വസ്റ്റ്യൻ. അത് പാർട്ടി തീരുമാനിക്കേണ്ടതില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ. ഞങ്ങൾ കേരളത്തിലെ നേതാക്കന്മാർ എല്ലാവരും രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ള ആവശ്യക്കാരാണ്. ഞങ്ങളത് അദ്ദേഹത്തോട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, പാർട്ടിയോടും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചെയ്ത് ആ പേര് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. തീരുമാനിക്കേണ്ടത് അദ്ദേഹവും പാർട്ടി ദേശീയ നേതൃത്വവും. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ്, പ്രത്യേകിച്ചും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ചും BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ ഡിഫെൻഡ് ചെയ്യാനായി രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് BJPക്കെതിരെ ഡയറക്റ്റായി മത്സരത്തിനിറങ്ങുക എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. BJP-ആയിട്ട് മത്സരിച്ചല്ലേ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് പല പ്രാവശ്യം ജയിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ആദ്യം MP ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ വേറെ സൗത്തിൽ നിന്നുകൂടി സൗത്തിനെ കൂടി റെപ്രസെൻ്റ് ചെയ്ത് മത്സരിക്കുന്നു. സൗത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം എവിടെ നിന്ന് മത്സരിക്കുന്നു തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ പാടില്ല. അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ? അല്ല, അത് CPM അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും BJPക്കെതിരെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഈ രാജ്യം ഇപ്പോഴും സെക്യുലർ രാഷ്ട്രമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് ബി ജെ പിക്കെതിരെ, അതായത് ശരിയാണ്, രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് അമേഠിയിൽ നിന്ന് പല പ്രാവശ്യം വിജയിച്ച് വന്ന ഒരാളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ ഈ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ശക്തമായ മത്സരം കാഴ്ചവെക്കേണ്ടത് ബി ജെ പിക്കെതിരെയാണ്. കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും കോൺഗ്രസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴി, ബി ജെ പി മത്സരിച്ച അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ നിങ്ങൾ എവിടെയാണ് ശക്തമായ മത്സരം കാഴ്ചവെച്ചത് എന്നൊരു ചോദ്യമാണ്. CPM നെറേറ്റീവാണ് ഈ പറയുന്നത്. CPM ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെറേറ്റീവാണ്. ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങൾ മധ്യപ്രദേശിൽ ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം BJP തോൽപ്പിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ? വന്നല്ലോ. രാജസ്ഥാനിൽ BJP തോൽപ്പിച്ച് അധികാരത്തിൽ വന്നില്ലേ? ഛത്തീസ്ഗഡിൽ അധികാരത്തിൽ വന്നില്ലേ? ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നില്ലേ? ഞങ്ങൾ കർണാടകയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ? ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ BJP തോൽപ്പിച്ച് അധികാരത്തിൽ, ഇതൊക്കെ BJP അല്ലേ? ഞങ്ങളുടെ ഫസ്റ്റ് ഒപ്പോണന്റ് BJP അല്ലേ? ഞങ്ങൾ തെലങ്കാനയിൽ BJP, ഞങ്ങൾ 3-ാം സ്ഥാനത്തും BJP 2-ാം സ്ഥാനത്തുമായിരുന്നു 6 മാസം മുമ്പ്. അവിടെ നിന്ന് ഞങ്ങൾ കയറി BJP തള്ളി 3-ാം സ്ഥാനത്താക്കി, ഞങ്ങൾ 2-ാം സ്ഥാനത്ത് വന്നു. തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞങ്ങൾ ശക്തമായ പ്രചരണം നടത്തി BRS തോൽപ്പിച്ച് ഞങ്ങൾ 1-ാം സ്ഥാനത്തെത്തി. ഞാൻ 8 സ്റ്റേറ്റ് ഞാൻ തന്നെ പറഞ്ഞു. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ബാലാരിഷ്ടതകളൊക്കെ തന്നെയും പരിഹരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട്. ബാക്കി പൊളിറ്റിക്കൽ കമ്പൽഷൻസ് എന്ന് എല്ലാവർക്കും വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് രാജ്യത്ത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈനോറിറ്റിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. വീണ്ടും മോഡി ഭരണം 3-ാമത് വന്നാൽ രാജ്യത്ത് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയം ജനങ്ങളെ ഭരിക്കുന്നത്. ഞാൻ പറയുന്നു പൊളിറ്റിക്കലാണത്. ആ ഭയമാണ് ഈ വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കും. അതിൽ ചെറിയ പല പാർട്ടികളല്ലേ, അകന്ന് നിന്നിരുന്നവരല്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പരിഹരിക്കപ്പെടാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഈ 2024 തെരഞ്ഞെടുപ്പ് ഒരു 3-ാം BJP സർക്കാർ, 3-ാം NDA സർക്കാരിനുള്ള ഒരു, അതായത് കംപ്ലീറ്റ്ലി തന്നെ രാജ്യം പൂർണ്ണമായും NDAക്ക് അടിയറ പറയുന്ന രീതിയിലേക്ക് പോകാൻ ഉള്ള സാധ്യതകൾ, ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയമായിട്ട് ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ എല്ലാവരുടെയും ചേർന്നുണ്ടാവും. അതിന് ഈ മോഡി ഭരണകൂടത്തെ പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പലപ്പോഴും ഉള്ളത് ലോക്കലാണ് ഇഷ്യൂ, ആൻറ്റി ഇൻകംബൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഇത് വർക്കൗട്ട് ചെയ്യുന്നത്, പല സ്ഥലത്തും ചെയ്യുന്നത്. ഞങ്ങൾക്കും സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 20 സീറ്റ്, കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് നേടി മിന്നും വിജയം നേടിയതാണ് UDF മുന്നണി. ഇക്കുറി എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? മിന്നുന്ന വിജയം തന്നെ ഉണ്ടാവും. ഞങ്ങൾ 20 സീറ്റും ടാർഗറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റ ആലപ്പുഴ സീറ്റ് ഉൾപ്പെടെ ജയിക്കണമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നണി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. നമ്പർ 1. നമ്പർ 2, ഈ സർക്കാരിനെതിരായിട്ട് അതിശക്തമായ ജനവികാരമുണ്ട്. അത് നമുക്ക് പുതുപ്പള്ളിയിൽ വളരെ വ്യക്തമായതാണ്. പുതുപ്പള്ളിയിൽ ഞാനത് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ ഞാൻ പറഞ്ഞതാണ്. സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം കേരളത്തിലുണ്ട്. ഈ നവകേരള സദസ്സ് കഴിയുമ്പോഴേക്കും നിലവിലുള്ള ജനവികാരം അത് ഇരട്ടിയായിട്ട് വന്നു. അല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ അല്ല പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞതുപോലെ പുതുപ്പള്ളിയിൽ ജയിച്ചിരിക്കുന്നതിന്റെ ഒരു ആവേശത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഭൂരിപക്ഷമൊക്കെ അന്ന് തന്നെ മാറ്റാണ്. അതൊന്നും അടുത്ത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു ഫാക്ടർ അല്ല. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ചില അനുഭവങ്ങളുണ്ട്. 19 സീറ്റിൽ കുറയുമോ? ഇല്ല, കുറയരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തെരഞ്ഞെടുപ്പല്ലേ, നമ്മൾ പ്രവാചകരൊന്നും അല്ലല്ലോ. ഞങ്ങൾ കടുത്ത മത്സരം കഴിഞ്ഞ പ്രാവശ്യം നടന്ന സീറ്റുകൾ ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് ഞങ്ങൾ ചെയ്യും. ഞാൻ തോറ്റ ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകമായ വർക്ക് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കുറഞ്ഞ 4-5 സീറ്റുകളുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കും. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിൽ 20ഉം ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സുനിൽ കനകലു അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തും. സുനിൽ കനകോലൊന്നും തുടങ്ങിയിട്ടില്ല. സുനിൽ കനകോലു കേരളത്തിൽ അത് ചെയ്യണോ വേണ്ടയോ എന്ന് കേരളത്തിലെ ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി നൽകിയാണ് സുനിൽ കനകലുവിനെ കൊണ്ടുവരുന്നത്. പാർട്ടിയിൽ ജോയിൻ ചെയ്തു, ഒരു പൈസ കൊടുക്കണ്ട അദ്ദേഹത്തിന്. അദ്ദേഹം പാർട്ടിയിൽ ജോയിൻ ചെയ്തു, ഫ്രീ സർവീസാണ്. പാർട്ടിയിൽ ജോയിൻ ചെയ്തു, അദ്ദേഹത്തിന് എക്സ്പെൻസ് എളുപ്പം കൊടുക്കേണ്ടി വരും, പാർട്ടി കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ചോദിക്കുന്നത്,
ഇതാണോ വാർത്ത? പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഇതെല്ലാം ചെയ്തിട്ട് ബാക്കിയുള്ളവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഞാൻ ചെയ്യണത് കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. നിങ്ങളൊക്കെ സജീവമായി മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന ആളല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഒരു ഏജൻസിയുള്ള കാര്യം. ഇപ്പോഴും ഒരു ഏജൻസി തൃശ്ശൂരിൽ നിന്നുള്ള ഏജൻസി അല്ലേ. ഞാൻ അതിൽ നിന്നെടുത്ത് പുറത്തിടാനാണ്. സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് കണ്ടാൽ മതി. അതിലെ ലാഭത്തിൻ്റെ 5% മതി പാർട്ടിക്ക് വേണ്ടി അവർ ചെയ്തു കൊടുക്കുക. ഒക്കെ നാട്ടുകാരെ ചെലവിലെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ വിൻ പോലെ എത്ര കോടി രൂപയാണ് ഇവർ ചിലവാക്കുന്നത്? എന്തായാലും അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ പൈസയില്ല അമിതമായി ചിലവാക്കാം. ശരി, എന്തായാലും എല്ലാവിധ ആശംസകളും. വരാനിരിക്കുന്ന പൊതുരംഗത്തിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി കാണാം. തീർച്ചയായും സന്തോഷം.